ലോഗോസ് ക്വിസ് 2026 റൂത്ത് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. നവോമിയുടെ ഭർതൃകുടുംബത്തിൽ ഉണ്ടായിരുന്ന ധനികൻ ആരാണ്? ഉത്തരം ബോവാസ്. ചോദ്യം 2. താൻ ആരുടെ വയലിൽ പോയി കാല പെറുക്കട്ടെ എന്നാണ് മോവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചത്? ഉത്തരം എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ. ചോദ്യം 3. ആരുടെ വയലിലാണ് റൂത്ത് കാല പെറുക്കാനായി എത്തിച്ചേർന്നത്? ഉത്തരം എലിമേലെക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിൽ. ചോദ്യം 4. ബോവാസ് എവിടെ നിന്ന് വന്നു എന്നാണ് റൂത്ത് 2-ാം അധ്യായം 4-ൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ബെത്ലഹേമിൽ നിന്ന്. ചോദ്യം 5. ബോവാസ് എങ്ങനെയാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ്. ചോദ്യം 6. കൊയ്ത്തുകാർ ബോവാസിനോട് പ്രത്യാഭിവാദനമായി എന്താണ് പറഞ്ഞത്? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ചോദ്യം 7. ആരാണ് ഈ യുവതി എന്ന് ബോവാസ് ആരോടാണ് ചോദിച്ചത്? ഉത്തരം കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട്. ചോദ്യം 8. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം ബോവാസ് റൂത്തിനോട്. ചോദ്യം 9. കൊയ്ത്തുകാരോടൊപ്പം ഭക്ഷണത്തിനിരുന്ന റൂത്തിന് ബോവാസ് നൽകിയത് എന്ത്? ഉത്തരം മലർ. ചോദ്യം 10. അവൾ എപ്പോൾ വരെയാണ് കാല പെറുക്കിയത്? ഉത്തരം സന്ധ്യ വരെ. ചോദ്യം 11. റൂത്ത് കാല പെറുക്കിയവ മെതിച്ചു കഴിഞ്ഞപ്പോൾ എത്ര എഫ ബാർലി ഉണ്ടായിരുന്നു? ഉത്തരം ഏകദേശം 1 എഫ. ചോദ്യം 12. റൂത്ത് താൻ ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചു കൊടുത്തത്? ഉത്തരം അമ്മയമ്മയെ. ചോദ്യം 13. അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. ആരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്? ഉത്തരം ബോവാസ്. ചോദ്യം 14. ബോവാസിൻ്റെ ദാസിമാരോടൊപ്പം ചേർന്ന് നിന്ന് എപ്പോൾ വരെ കാല പെറുക്കാനാണ് നവോമി റൂത്തിനോട് പറയുന്നത്? ഉത്തരം ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ. ചോദ്യം 15. ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ ആരോട് ചേർന്ന് നിന്ന് കാല പെറുക്കാനാണ് നവോമി റൂത്തിനോട് പറയുന്നത്? ഉത്തരം ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്.